ഡിയർ സ്റ്റുഡൻസ്, ഹോം സയൻസ് NIOSലെ ചാപ്റ്റർ 11 ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് പറയുക. ടൈം മാനേജ്മെൻറ്റ് മാത്രമല്ല, എനർജി മാനേജ്മെൻറ്റും കൂടി ഈ ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റാണ്. നമ്മുടെ സമയം, നമ്മുടെ ഊർജ്ജം വിലപ്പെട്ട വിഭവങ്ങളാണ്, വാല്യുബിൾ റിസോഴ്സസ് ആണ് നമ്മുടെ പണം, സമയം, അതുപോലെ തന്നെ നമ്മുടെ ഊർജ്ജം എന്നിവയൊക്കെ. അപ്പോൾ നമ്മുടെ സമയം എന്ന വിഭവത്തെ എങ്ങനെ പാഴാക്കാതിരിക്കാം എന്നതാണ് ആദ്യം പറയുക. ടൈം മാനേജ്മെൻറ്റ് മീൻസ് മേക്കിംഗ് ദ ബെസ്റ്റ് യൂസ് ഓഫ് അവർ ടൈം ആൻഡ് എനർജി ടു കംപ്ലീറ്റ് ടാസ്ക്സ് എഫിഷ്യൻ്റ്ലി. ടാസ്ക് എന്ന് പറഞ്ഞാൽ ജോലിയാണ്. നമ്മുടെ ജോലികളെ കാര്യക്ഷമമായി പൂർത്തീകരിക്കാനായിട്ട് നമ്മുടെ സമയത്തെ ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ഡു മോർ വർക്ക് ഇൻ ലെസ് ടൈം, കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ജോലി ചെയ്യുക, അല്ലെങ്കിൽ അധികം ടയേർഡ് ആവാണ്ട് കൂടുതൽ ജോലി ചെയ്യുക വിത്ത് ലെസ് ടയർഡ്നെസ്. ഇതാണ് ടൈം മാനേജ്മെൻറ്റിൻ്റെ എനർജി മാനേജ്മെൻറ്റിൻ്റെ സിമ്പിൾ മീനിങ്. ഇനി നമുക്ക് ടൈം പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ടൈം പ്ലാൻ? എ ടൈം പ്ലാൻ ഈസ് ആൻ അഡ്വാൻസ് പ്ലാൻ ഓഫ് ആക്ടിവിറ്റീസ് ടു ബി ഡൺ വിത്തിൻ എ ഫിക്സഡ് ടൈം. നാളെ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇന്നേ പ്ലാൻ ചെയ്യലാണ്, അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യലാണ് ടൈം പ്ലാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്ര സമയം കൊണ്ട് എൻ്റെ നാളത്തെ എല്ലാ പ്രധാനപ്പെട്ട ജോലികളും തീരണം എന്ന് ഒരു വീട്ടമ്മ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഒരു ജോലിക്കാരൻ തീരുമാനിച്ചാൽ, ഓക്കെ, നാളെ അവധി ദിവസമാണ്, എനിക്ക് വീട്ടിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, ഇത് ഇത്ര സമയം അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം, അത് കഴിഞ്ഞ് എനിക്ക് ഫ്രീ ആകണം, റെസ്റ്റ് എടുക്കണം, അത് കഴിഞ്ഞ് വൈകുന്നേരം ഒന്ന് പുറത്ത് പോകണം. ഇതൊക്കെ നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മൾ മുൻകൂട്ടി ഒന്ന് പ്ലാൻ ചെയ്യേണ്ടത് നല്ല കാര്യമാണ്. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. ഇറ്റ് ഹെൽപ്സ് കംപ്ലീറ്റ് വർക്ക് ഓൺ ടൈം. വർക്ക് സമയത്ത് തീർക്കാൻ, പൂർത്തീകരിക്കാൻ നമ്മെ സഹായിക്കുന്നു. ഇറ്റ് റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് കൺഫ്യൂഷൻ. നമ്മുടെ മാനസിക പിരിമുറുക്കമുണ്ടല്ലോ, ഞാൻ ജോലി തീർന്നില്ല എങ്കിൽ നമുക്ക് മനസ്സിലൊരു വലിയ സംഘർഷം ഉണ്ടാകും, അല്ലേ? കാരണം കുറേ കാര്യങ്ങൾ, പല ഉത്തരവാദിത്തങ്ങൾ പലരോടും സമയത്ത് ചെയ്യാം, എത്താം, പലയിടത്തും പോകാം എന്നൊക്കെ പറഞ്ഞ് ഒന്നും ചെയ്ത് തീർക്കാനോ പോകാനോ സാധിച്ചില്ലെങ്കിൽ വീണ്ടും വലിയ കൺഫ്യൂഷന് കാരണമാകും. അതുപോലെ അത് ഒഴിവാക്കാൻ സാധിക്കുന്നു. സേവ്സ് എനർജി, നമ്മുടെ ഊർജം പാഴാകാതെ നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നു. ഇംപ്രൂവ്സ് എഫിഷ്യൻസി, കാര്യക്ഷമത നമുക്ക് മെച്ചപ്പെടുത്താനും കഴിയുന്നു. അപ്പോൾ ടൈം പ്ലാൻ ഉണ്ടാക്കുക എന്നതാണ് പ്രധാനമെന്ന് പറഞ്ഞല്ലോ. ടൈം പ്ലാൻ ഉണ്ടാക്കിയാൽ ഇങ്ങനെയുള്ള മെച്ചങ്ങളൊക്കെ ഉണ്ട്. സമയം ലാഭിക്കാം, ഊർജ്ജം ലാഭിക്കാം, കാര്യക്ഷമത കൂട്ടാം. പക്ഷേ അതിന് എങ്ങനെ ടൈം പ്ലാൻ ഉണ്ടാക്കണം, അതിന് സ്റ്റെപ്സ് പറഞ്ഞു തരാമോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയാം. ആദ്യം തന്നെ നിങ്ങൾ നാളെ നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുക. ലിസ്റ്റ് ഓൾ ആക്ടിവിറ്റീസ്. 2, ഐഡന്റിഫൈ ഇമ്പോർട്ടൻറ്റ് ഓർ ടൈം ബൗണ്ട് ആക്ടിവിറ്റീസ്. പ്രധാനപ്പെട്ട ജോലികൾ ഏതൊക്കെയാണ് തിരിച്ചറിയുക. ചിലത് ടൈം ബൗണ്ട് ആയിട്ടുള്ള ടാസ്കുകളായിരിക്കും. അതായത് ഉദാഹരണത്തിന് കുട്ടിയെ 8 മണിക്ക് നാളെ രാവിലെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടണം. ഇത് 8 മണി എന്ന സമയത്ത് തന്നെ അതിന് മുമ്പായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീരേണ്ടതാണ്. അത് 9 മണിക്ക് ചെയ്യാമെന്ന് അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ 9 മണിക്ക് ചെയ്യാൻ പറ്റുമോ? കുട്ടിയുടെ യൂണിഫോം തയ്യാറാക്കൽ, കുട്ടിക്ക് ഭക്ഷണം കൊടുക്കൽ, കുട്ടി ബാഗൊക്കെ തയ്യാറാക്കി അതിനെ സ്കൂൾ ബസ്സിലേക്ക് കയറ്റി വിടൽ, ഇതൊന്നും ആ സമയമാകാണ്ട് ചെയ്യാൻ പറ്റില്ല, ടൈമിനേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയ വർക്കുകൾ, ടൈം ബൗണ്ട് ആയിട്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക. എസ്റ്റിമേറ്റ് ടൈം റിക്വയർഡ്, എത്ര സമയം അതിനു വേണ്ടി വേണ്ടിവരും എന്ന് നമ്മൾ ഏകദേശം കണക്കാക്കുക. അതുപോലെ തന്നെ അറേഞ്ച് ടാസ്ക് ഇൻ സീക്വൻസ്, ജോലികളെ ക്രമത്തിൽ അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ടാസ്ക് ഇൻ സീക്വൻസ്. ഇനി അതുപോലെ തന്നെ അഡ്ജസ്റ്റ് വിത്ത് ഫാമിലി ഷെഡ്യൂൾ. ഫാമിലി ഷെഡ്യൂൾ ഇല്ല, അത് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ അഡ്ജസ്റ്റ് വിത്ത് ഫാമിലി ഷെഡ്യൂൾ. ഗ്രൂപ്പ് സിമിലർ ടാസ്ക് ടുഗദർ, ഒരുപോലുള്ള ജോലികളെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുക. കീപ്പ് പ്ലാൻ റിയലിസ്റ്റിക് ആൻഡ് ഫ്ലെക്സിബിൾ, നിങ്ങളുടെ പ്ലാൻ റിയലിസ്റ്റിക് ആയിട്ട് നിലനിർത്തുക, ഫ്ലെക്സിബിൾ ആയിട്ട് നിലനിർത്തുക. റൈറ്റ് ദ ഫൈനൽ പ്ലാൻ, ഒരു അന്തിമ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതുക. അതുപോലെ തന്നെ ഇത്തരം ഈ 8 കാര്യങ്ങളിലൂടെയാണ് ഒരു ടൈം പ്ലാൻ നിങ്ങൾ തയ്യാറാക്കേണ്ടത്. എന്താണ്? എല്ലാ ആക്ടിവിറ്റികളും ലിസ്റ്റ് ചെയ്യുക, നമ്മുടെ പ്രധാനപ്പെട്ട ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക, ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യേണ്ട ജോലികൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കുക, ആകെ എത്ര സമയം ഇതിന് എടുക്കുമെന്ന് കണക്കാക്കുക, ടാസ്കുകൾ ആദ്യം ചെയ്യേണ്ടത് പിന്നെ ചെയ്യേണ്ടത് ക്രമത്തിൽ അറേഞ്ച് ചെയ്യുക. ഫാമിലിയുടെ ഒരു ഷെഡ്യൂൾ ഉണ്ടല്ലോ, കാരണം അച്ഛൻ്റെ സമയം, അമ്മയുടെ സമയം, കുട്ടികളുടെ സമയം, ഇതിൽ ചില ഭേദഗതികൾ വരുത്തേണ്ടി വരും നമ്മൾ ചില കാര്യങ്ങൾ. അപ്പോൾ ഇനി ഗ്രൂപ്പ് സിമിലർ ടാസ്ക് ടുഗദർ, ഒരേപോലെ ചെയ്യാൻ പറ്റുന്നതും കൂട്ടത്തിൽ കൂടി ചെയ്തു പോകാവുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഗ്രൂപ്പ് ചെയ്ത് വെക്കുക. കീപ്പ് പ്ലാൻ റിയലിസ്റ്റിക്, യാഥാർത്ഥ്യ ബോധമുള്ള പ്ലാൻ ആകണം. അത്യാവശ്യം ഭേദഗതി വരുന്നത്, പെട്ടെന്നൊരു ഗസ്റ്റ് വന്ന് പെട്ടെന്ന് നമ്മുടെ അയ്യോ ഇതെൻ്റെ ഇന്ന വർക്കിൻ്റെ പ്ലാനാണ്, നമുക്ക് അത് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം പ്ലാനുകൾ കുറച്ചൊക്കെ വേണമെങ്കിൽ പിന്നീടത്തേക്ക് മാറ്റാവുന്ന രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ടാണ് ഉള്ള പ്ലാൻ ആണെങ്കിൽ നല്ലത്. ഫൈനൽ പ്ലാൻ നമ്മൾ തയ്യാറാക്കുക. ഇനി എപ്പോഴും ഒരു ടിപ്പുണ്ട്, ഓൾവേസ് അലോ എക്സ്ട്രാ ടൈം ടു അവോയ്ഡ് ഫ്രസ്ട്രേഷൻ. ഫ്രസ്ട്രേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ടൈം നമ്മൾ കൊടുക്കുക. ഇനി പീക്ക് ലോഡ് പീരീഡ് എന്ന് പറഞ്ഞുകൊണ്ട് ടൈം വെൻ മെനി ടാസ്ക് മസ്റ്റ് ബി ഡൺ ഇൻ എ ഷോർട്ട് ടൈം. എന്താണ് പീക്ക് ലോഡ് പീരീഡ് എന്ന് പറയുന്നത്? പല ജോലികൾ കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്യേണ്ടുന്ന
ഒരു അവസ്ഥ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാം. പ്രധാനമായിട്ട് ഇപ്പോൾ രാവിലെ എല്ലാവരും അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു, കുട്ടികൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്നു. അപ്പോൾ രാവിലെ 8 മണിക്ക് മുമ്പ് എല്ലാവർക്കും ഇറങ്ങണം. അപ്പോൾ ആ 6 മണി മുതൽ 8 മണി വരെയുള്ള ആ സമയം എന്ന് പറയുന്നത് പീക്ക് ലോഡാണ്. ഹെവി വർക്ക് എല്ലാവരും ഓടി ചാടി ചെയ്യണം. എല്ലാവർക്കും കുളിക്കാനുണ്ട്, എല്ലാവർക്കും വസ്ത്രം ധരിക്കാനുണ്ട്, എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുണ്ട്, എല്ലാവർക്കും അവരവരുടെ സാധന സാമഗ്രികൾ ഒരുക്കി ബാഗിനുള്ളിൽ തയ്യാറാക്കി വെക്കാനുണ്ട്. ഇതിലെല്ലാവരും വിശ്രമമില്ലാണ്ട് ഓടേണ്ടി വരും. ഇത് പീക്ക് ലോഡ് ടൈമാണ്, മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ പീക്ക് ലോഡ് ടൈമുകൾ ഷോർട്ട് ടൈമിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഹൗ ടു മാനേജ്, എങ്ങനെ മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പീക്ക് ലോഡ്. ടേക്ക് ഹെൽപ്പ് ഫ്രം ഫാമിലി, മറ്റുള്ളവരുടെ സഹായവും കൂടി, ഒരമ്മയ്ക്ക് വേണമെങ്കിൽ കുട്ടികളുടെ സഹായം കൂടി ചോദിക്കാം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സഹായം ചോദിക്കാം. യൂസ് വർക്ക് സിംപ്ലിഫിക്കേഷൻ മെത്തേഡ്സ്, ജോലി ലളിതമാക്കാനുള്ള മെത്തേഡുകൾ ഉപയോഗിക്കാം. പ്ലാൻ ഇൻ അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇനി വർക്ക് ഓർഗനൈസേഷനാണ്. എന്താണ് വർക്ക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ? പ്ലാനിങ് ആൻഡ് അറേഞ്ചിങ് വർക്ക് സോ ഇറ്റ് ഈസ് കംപ്ലീറ്റഡ് ഓൺ ടൈം വിത്ത് മിനിമം എനർജി. നമ്മുടെ വർക്ക് പ്ലാൻ ചെയ്യുക, അതുപോലെ തന്നെ വർക്ക് അറേഞ്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സമയത്ത് ജോലി പൂർത്തിയാക്കാൻ സാധിക്കും, കുറഞ്ഞ ഊർജ്ജം ചെലവാക്കിക്കൊണ്ട്. ഈ ഐഡിയ എന്തൊക്കെയാണ്? പ്രോപ്പർ പ്ലാനിങ് നമുക്ക് വേണം, പ്രോപ്പർ അറേഞ്ച്മെന്റ് വേണം. ഈ നല്ല പ്ലാനിങ്, നല്ല ക്രമീകരണം ഉണ്ടെങ്കിൽ നല്ല കാര്യക്ഷമത, എഫിഷ്യൻസി കൈവരിക്കാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് പലതരം വർക്കുകളുണ്ട്. 3 തരത്തിലാണ് വർക്കിനെ നമ്മൾ തിരിക്കുന്നത്. ടൈപ്സ് ഓഫ് വർക്ക്, 6ാമത്തെ പോയിന്റ്. ലൈറ്റ് വർക്ക്, മോഡറേറ്റ് വർക്ക്, ഹെവി വർക്ക്. ലൈറ്റ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക എനർജി, ലോ എനർജി മാത്രം ആവശ്യമായിട്ടുള്ള ജോലിയാണ്. മോഡറേറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ മീഡിയം എനർജി മാത്രം ആവശ്യമായിട്ടുള്ള വർക്കാണ്. ഹെവി വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈ എനർജി ആവശ്യമായിട്ടുള്ള വർക്കാണ്. ഈ ലൈറ്റ് വർക്കിന് എക്സാമ്പിൾ ആണ് റീഡിങ്, റൈറ്റിങ്, ഡസ്റ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ലൈറ്റ് വർക്കിന് എക്സാമ്പിൾ. ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ റീഡിങ്, റൈറ്റിങ്, ഡസ്റ്റ് വർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. മോഡറേറ്റ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. മോഡറേറ്റ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിതമായ ഊർജ്ജം ആവശ്യമുള്ള വർക്കാണ്. അപ്പോൾ മോഡറേറ്റ് വർക്ക് എന്ന് പറയുന്നത് കുക്കിങ്, സ്വീപ്പിംഗ് ഒക്കെ ഇങ്ങനെ, അതായത് പാചകം ചെയ്യൽ, ചൂലുകൊണ്ട് പൊടി തുടക്കൽ, അങ്ങനെയുള്ള. ഇനി ഹെവി വർക്ക് ഉണ്ട്, അത് മോപ്പിങ്, അതായത് തിണ്ണ തുടക്കൽ, നനച്ച് തുടക്കൽ, ബക്കറ്റിൽ വെള്ളമൊക്കെ എടുത്ത് തുടക്കൽ, മോപ്പിങ്, റണ്ണിങ്, ഓടൽ, വാഷിംഗ് ക്ലോത്ത്സ്, വസ്ത്രങ്ങൾ അലക്കൽ, ഇതൊക്കെ ഹെവി വർക്കാണ്. നമ്മുടെ ശാരീരികമായിട്ടുള്ള ഊർജ്ജം ശരിക്ക് ചോർന്നു പോകുന്ന തരത്തിലുള്ള വർക്കുകളാണ് ഇത്തരം വർക്കുകൾ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനനുസരിച്ച് ലൈറ്റ് വർക്കിന് ഇപ്പോൾ വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. ലൈറ്റ് വർക്കിന് എന്തോരം എനർജി? ലോ എനർജി മതി. മോഡറേറ്റ് വർക്കിന് മീഡിയം എനർജി മതി. ഹെവി വർക്കിന് ഹൈ എനർജി വേണം. എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇമ്പോർട്ടൻറ്റ് റൂൾ എന്താണ്? ഒന്നിടവിട്ട് ചെയ്യുക. ഒരു ഹെവി വർക്ക് ചെയ്തിട്ട് പിന്നെ ഒരു ലൈറ്റ് വർക്ക് ചെയ്യുമ്പോൾ ആ ഹെവി വർക്കിൻ്റെ ആ ക്ഷീണം അങ്ങോട്ട് ലൈറ്റ് വർക്കിൽ അരിഞ്ഞു പോകും. അപ്പം നമുക്ക് ടയർഡ്നെസ് അവോയ്ഡ് ആവും. ഇനി വർക്ക് സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് 7ാമത്തെ പോയിന്റ്. അതായത് വർക്ക് സിംപ്ലിഫിക്കേഷൻ എന്നാൽ എന്ത് എന്ന് ആദ്യം അറിയണ്ടേ. ഡെഫിനിഷൻ: എ മെത്തേഡ് ഓഫ് സേവിങ് ടൈം ആൻഡ് എനർജി യൂസിങ് സിമ്പിൾ ടെക്നിക് ഓർ ടൂൾസ്. സിമ്പിളായിട്ടുള്ള ചില ടെക്നിക്കുകൾ, സിമ്പിളായിട്ടുള്ള ചില ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ എനർജിയും ടൈമും സേവ് ചെയ്യുന്ന പരിപാടിയാണ് വർക്ക് സിംപ്ലിഫിക്കേഷൻ. വർക്ക് സിംപ്ലിഫിക്കേഷന് പല രീതികളുണ്ട്. ഒന്ന്, വർക്ക് പ്ലേസ് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുക. അപ്പോൾ വർക്ക് സിംപ്ലിഫൈഡ് ആവും. കാരണം ചില ആൾക്കാരുണ്ട്, അവരുടെ ജോലി സ്ഥലം ക്രമീകരിച്ച് വെക്കില്ല. എവിടെ വെക്കണത്, ഓരോ സ്ഥലവും സമയമൊന്നും വെക്കില്ല. അവിടെ വലിച്ചുവാരി എല്ലാം ഇടും. പിന്നെ അവസാനം ഓരോ സാധനം നോക്കിയെടുക്കാൻ വേണ്ടി തന്നെ കുറേ സമയം എടുക്കുക. യൂസ് ലേബിൾഡ് കണ്ടെയ്നേഴ്സ്. ഈ അടുക്കളയിലൊക്കെ തന്നെയാണെങ്കിൽ കണ്ടെയ്നറുകളിൽ സാധനങ്ങൾ സൂക്ഷിക്കുമ്പോൾ ആ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ലേബിൾ എഴുതി ഒട്ടിച്ചാൽ 5 പാത്രം തുറന്നു നോക്കിയിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒറ്റ പാത്രത്തിൽ ലേബിൾ വായിച്ച് നോക്കി എടുക്കുന്നതാണ് നല്ലത്. അതൊക്കെയാണ് വർക്ക് പ്ലേസ് ഓർഗനൈസ്ഡ് ആയി വെക്കുക എന്നതിൻ്റെ ഒരു എക്സാമ്പിൾ. യൂസ് ലേബർ സേവിങ് ഡിവൈസസ്. നമ്മുടെ സമയം ലാഭിക്കാനുള്ള കുറച്ച് ഉപകരണങ്ങൾ ഉപയോഗിക്കുക. വാഷിംഗ് മെഷീൻ അങ്ങനത്തെ ഒരു ഉപകരണമാണ്. മിക്സർ, പ്രഷർ കുക്കർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ടൈം സേവിങ് ഡിവൈസസ് ആണ്. യൂസ് പ്രോപ്പർ മൂവ്മെൻറ്റ്സ്. പ്രോപ്പർ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം നടക്കും. അവോയ്ഡ് അൺനെസസറി ആക്ഷൻസ്. അനാവശ്യമായിട്ടുള്ള ആക്ഷൻസ് ഒഴിവാക്കുക. സ്മൂത്ത് ആയിട്ടുള്ള കണ്ടിന്യൂസ് മൂവ്മെൻറ്റ്സ് ആണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ക്ഷീണിക്കും. ഇനി ചേഞ്ച് വർക്ക് സീക്വൻസ്. നമ്മുടെ വർക്ക് ചെയ്യുന്നതിൻ്റെ സീക്വൻസ് ഉണ്ടല്ലോ, ആദ്യം മുതൽ അവസാനം വരെയുള്ള ക്രമം, അത് ചേഞ്ച് ചെയ്യുക. ഡു ടാസ്ക് ഇൻ കറക്റ്റ് ഓർഡർ. അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ തന്നെ ജോലികൾ ചെയ്യുക. മെയിൻറ്റെയിൻ കറക്റ്റ് പോസ്ചർ. നമ്മൾ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്തുകൊണ്ടുള്ള പണിയാണെങ്കിൽ ഒരു മരുങ്ങിനല്ലാത്ത രീതിയിൽ നമ്മൾ പറയില്ലേ, അങ്ങനെ നിന്ന് പണിയെടുത്താൽ പെട്ടെന്ന് നമുക്ക് ശരീരവേദനയൊക്കെ ഉണ്ടാവും. അത് നല്ലതല്ല. കീപ്പ് ബാക്ക് സ്ട്രൈറ്റ്. എപ്പോഴും മുതുക് കുനിച്ച് പിടിച്ചൊക്കെ ഓരോ പണി കഴിക്കുമ്പോൾ വെച്ചാൽ നടുവേദനയൊക്കെ ഉണ്ടാവും. അവോയ്ഡ് ബെൻഡിങ് ടു മച്ച്. ഒരുപാട് കുനിയുന്നത്, നട്ടൽ ഒരുപാട് കുനിഞ്ഞ് നിന്നുകൊണ്ട് പണിയെടുക്കുന്നത് ഒക്കെ നമുക്ക് നടുവേദനയ്ക്ക് കാരണമാവും. ഇനി വർക്ക് അറ്റ് പ്രോപ്പർ ഹൈറ്റ്. നല്ല ആവശ്യത്തിൽ ഒരു ഹൈറ്റിൽ കഷ്ടപ്പെട്ട് എങ്ങി വലിഞ്ഞ് പൊക്കത്തോട്ടൊക്കെ ഉള്ള ജോലി ചെയ്യുകയാണെങ്കിൽ നല്ലതല്ല. അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റാൻഡോ സ്റ്റൂളോ ടേബിളോ ഉപയോഗിച്ച് എന്ത് ചെയ്യുക. ചില ആൾക്കാർ അയൺ ബോക്സ് കൊണ്ട് തേക്കുമ്പോഴത്തേക്കും
കട്ടിലുമേലിട്ട് തേക്കുക. അപ്പോൾ ഒരുപാട് നടുവ് കുനിഞ്ഞ് തേക്കേണ്ടി വരും. അതിന് നല്ലത് അയണിങ് ബോർഡുകൾ ഉപയോഗിച്ച് കറക്റ്റ് ഹൈറ്റിലുള്ള ഇതിൽ തേക്കുവാണെങ്കിൽ നടുവേദനയൊന്നും വരില്ല. പിന്നെ അതുപോലെ തന്നെ ഡോവ് ടൈലിംഗ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. എന്താ ഡോവ് ടൈലിംഗ്? ഒരു വർക്ക് ഡോവ് എന്ന് പറഞ്ഞാൽ പ്രാവാണ്, ടെയിൽ എന്ന് പറഞ്ഞാൽ വാലാണ്. സാധാരണ മരപ്പണിക്കാർ ഒരു പ്രാവിൻ്റെ വാല് പോലെ ഒരു കഷ്ണം വെട്ടിക്കളയുകയും മറ്റൊരു കഷ്ണത്തിൻ്റെ അതേ ആകൃതിയിൽ അതിൻ്റെ ആ ഹോളിൽ ഫിറ്റാവുന്ന രീതിയിൽ വെട്ടിയെടുക്കുകയും ചെയ്തിട്ട് എന്നിട്ട് ഇത് കൃത്യമായി ആ ഹോളിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് അതിനെ ജോയിൻ്റ് ആക്കി എടുക്കും. പെട്ടെന്ന് നോക്കിയാൽ ഒറ്റ മരക്കഷ്ണം പോലെ തോന്നും. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഡോവ് ടൈലിംഗ് അങ്ങനെയാണ് ഉണ്ടായത്. ഇത് പക്ഷേ നമ്മുടെ ഈ വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഈ വാക്ക് എന്തിനാ ഉപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു ജോലി ചെയ്യുമ്പോൾ കുറച്ച് സമയമൊക്കെ റെസ്റ്റ് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അരി വേവിക്കുവാണ്. അപ്പോൾ അരി തിളക്കുന്നത് വരെയുള്ള സമയം ആ വീട്ടമ്മയ്ക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അന്ന് ആ സമയം കൊണ്ട് ചെയ്യാവുന്ന മറ്റൊരു ജോലി വേണമെങ്കിൽ പച്ചക്കറി അരിയൽ ആ കൂട്ടത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. അരി മുഴുവൻ വെന്ത് കഴിഞ്ഞിട്ട് അത്ര നേരം നോക്കി നിന്നതിന് ശേഷം പച്ചക്കറി അരിയുള്ളൂ എന്ന് പറഞ്ഞാൽ പച്ചക്കറി അരിയണതിനൊപ്പം തന്നെ വേണമെങ്കിൽ വാഷിംഗ് മെഷീനിനുള്ളിൽ തുണി കഴുകാനിടാനായിട്ട് അവർക്ക് സാധിക്കും. വേണമെങ്കിൽ കുറച്ചും കൂടി കപ്പാസിറ്റി ഉള്ള ഒരു വുമൺ ആണെങ്കിൽ അവർക്ക് ആ സമയത്ത് തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ ഇരുത്താനും സാധിക്കും. കുട്ടികൾ പഠിക്കുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കുകയോ അത് പഠിച്ചു കഴിഞ്ഞോ എന്ന് ചോദിക്കുകയോ ചെയ്താൽ മതിയാകും. ഓക്കെ, ഒരു പരിധിവരെ അത് പ്രയോജനപ്പെടും. 100% പ്രയോജനപ്പെടില്ലെങ്കിൽ എങ്കിലും കൂടി. അപ്പോൾ ഇങ്ങനെ പല പല വർക്കുകൾ ഒരേ സമയം ചെയ്യലാണ് ഡോവ് ടൈലിംഗ്. ഡൂയിങ് 2 or more ടാസ്ക് അറ്റ് ദ സെയിം ടൈം. എക്സാമ്പിൾ ബോയിലിംഗ് വാട്ടർ വൈൽ കട്ടിംഗ് വെജിറ്റബിൾസ്. വെജിറ്റബിൾ കട്ട് ചെയ്യുന്നതിൽ സമയത്ത് വെള്ളം തിളപ്പിക്കുക. യൂസ് റെഡി ടു യൂസ് ഐറ്റംസ്. റെഡി ടു യൂസ് ഐറ്റംസ് ഉപയോഗിക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റുകൾ, റെഡി ഫുഡ് ഐറ്റംസ് എന്നിവയൊക്കെ. ഇനി അട്രാക്റ്റീവ് വർക്ക് പ്ലേസ്. അട്രാക്റ്റീവ് ആയിട്ടുള്ള വർക്ക് പ്ലേസുകളാണ് പിന്നെ വേറൊരു കാര്യം. ക്ലീൻ, വെൽ ലിറ്റ്, വെന്റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇംപ്രൂവ്സ് എഫിഷ്യൻസി. കാര്യക്ഷമത കൂട്ടുക എന്നുള്ളതാണ്. അട്രാക്റ്റീവ് ആയിട്ടുള്ള വർക്ക് പ്ലേസ് ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യക്ഷമത കൂടും. നമ്മൾക്കാരുടെ പരിസരം നല്ല ശുചിത്വത്തോടെ വൃത്തിയായി ഭംഗിയുള്ളതായി ഇരിക്കുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് നമുക്കൊരു സംതൃപ്തി തോന്നും. ഇനി ക്ഷീണം എന്ന് പറഞ്ഞൊരു പ്രശ്നത്തെക്കുറിച്ച് ഈ ചാപ്റ്റർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഫാറ്റിക് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. FATIGUE. ഫാറ്റിക് എന്ന് പറഞ്ഞാൽ ക്ഷീണം. അത് 2 തരമുണ്ട്. ടൈപ്സ് ഓഫ് ഫാറ്റിക് 2 തരമുണ്ട്, ഫിസിക്കലും സൈക്കോളജിക്കലും. എന്താണ് ക്ഷീണം? നമുക്ക് നോക്കാം. ഫീലിംഗ് ഓഫ് ടയർഡ്നെസ് ആൻഡ് ഡിസയർ ടു സ്റ്റോപ്പ് വർക്കിംഗ്. നമ്മൾ ടയേർഡായി എന്ന തോന്നലും വർക്ക് മതിയാക്കണം എന്ന് മനസ്സുകൊണ്ടുള്ള ആഗ്രഹവുമാണ് ഫാറ്റിക് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ഫാറ്റിക് ഫിസിയോളജിക്കൽ ഫാറ്റിക് ഉണ്ട്, സൈക്കോളജിക്കൽ ഫാറ്റിക് ഉണ്ട്. ഫിസിയോളജിക്കൽ ഫാറ്റിക് എങ്ങനെ ഉണ്ടാവുന്നത്? നമ്മുടെ കായികമായിട്ടുള്ള മസിൽസ് ടയേർഡ് ആവുന്നത് കൊണ്ടാണ്. റണ്ണിങ്, ക്ലീനിങ് ഇങ്ങനെയുള്ള ഹെവി വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫിസിയോളജിക്കൽ ഫാറ്റിക് അഥവാ മസിൽസ് ക്ഷീണിക്കുന്നത് കൊണ്ട് മസിൽസ് വേദനിക്കും. അപ്പം മതിയാക്കാനെന്ന് തോന്നും. ഇനി എന്നാൽ സൈക്കോളജിക്കൽ ഫാറ്റിക് അങ്ങനെയല്ല, മനസ്സിലെ വിരസത കൊണ്ടുണ്ടാകുന്നതാണ്. ഡ്യൂ ടു മെൻ്റൽ ഫാക്ടേഴ്സ് ആണ്. ബോർഡം ഫാറ്റിക് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിരസത കൊണ്ട്, വർക്ക് ഡള്ളായിക്കൊണ്ട്. എല്ലാ ജോലികളും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല. ചില ജോലികൾ ചെയ്യാനൊന്നും അത്ര താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ ചെയ്തേ മതിയാകും എന്നുള്ളതുകൊണ്ട് നമ്മൾ ചെയ്യണമായിരിക്കും. അപ്പോൾ വർക്ക് ഡള്ളായിട്ട് വരും. ഇനി ഫ്രസ്ട്രേഷൻ ഫാറ്റിക് ഉണ്ട്. എന്താ ഫ്രസ്ട്രേഷൻ ഫാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫ്രസ്ട്രേഷൻ ഫാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനമടുപ്പ് കൊണ്ടുണ്ടാകുന്ന വർക്ക് സ്ട്രെസ്ഫുൾ ആണ് എന്ന് നമുക്ക് തോന്നുകയാണ്, അൺസാറ്റിസ്ഫാക്ടറി ആണ് എന്ന് തോന്നുകയാണെങ്കിൽ. ഇനി ഫാറ്റിക്കിന് പല കാരണങ്ങളുണ്ട്. ഓവർ വർക്ക് ക്ഷീണത്തിന് കാരണമാകും. പുവർ പ്ലാനിങ് ക്ഷീണത്തിന് കാരണമാകും. മൊണോട്ടണസ് വർക്ക്, വിരസതയുള്ള വർക്ക് ക്ഷീണത്തിന് കാരണമാകും. ലാക്ക് ഓഫ് സ്കില്ലിൻ്റെ കുറവ് ക്ഷീണത്തിന് കാരണമാകും. ബാഡ് വർക്കിംഗ് കണ്ടീഷൻസ്, മോശമായ തൊഴിൽ സാഹചര്യങ്ങൾ ക്ഷീണത്തിന് കാരണമാകും. ഇനി നമ്മുടെ ക്ഷീണം മാറ്റാനുള്ള വഴി എന്തൊക്കെയാണ്? ടേക്ക് റെസ്റ്റ്, വിശ്രമിക്കാനായിട്ട് കുറച്ച് സമയം വിശ്രമിക്കുക. ആൾട്ടർനേറ്റ് ഹെവി ആൻഡ് ലൈറ്റ് വർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിടവിട്ട് ഹെവി വർക്ക്, അത് കഴിഞ്ഞിട്ട് ഒരു ലൈറ്റ് വർക്ക്, പിന്നെ അത് കഴിഞ്ഞ് ഒരു ഹെവി വർക്ക്, പിന്നെ ലൈറ്റ് വർക്ക്, അങ്ങനെ ഒന്നിടവിട്ട് ആൾട്ടർനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നിടവിട്ട് ചെയ്യുക എന്നാണ്. ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാലാണ് മനസ്സിലാവുള്ളൂ. യൂസ് മെഷീൻസ്, പറ്റുമെങ്കിൽ മെഷീനുകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഷെയർ വർക്ക്, പറ്റുമെങ്കിൽ കുറച്ച് ജോലിയുടെ കുറച്ച് ഭാഗം കുട്ടികളെയോ ഭർത്താവിനെയോ ഒക്കെ ഏൽപ്പിക്കുക. അല്ലെങ്കിൽ ഭർത്താവാണ് തൻ്റെ ജോലിയുടെ കുറച്ച് ഭാഗമെങ്കിൽ ഭാര്യയെ കൊണ്ട് കുറച്ച് ചെയ്യിപ്പിക്കുക. മേക്ക് വർക്ക് ഇൻട്രസ്റ്റിംഗ്, വർക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കി എടുക്കുക. വർക്ക് ഇൻ ഗ്രൂപ്പ്സ്, ഗ്രൂപ്പുകളായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുക. മെയിൻറ്റെയിൻ ഗുഡ് വർക്ക് പ്ലേസ്, നല്ല വർക്ക് പ്ലേസ് മെയിൻറ്റെയിൻ ചെയ്യുക. യൂസ് പ്രോപ്പർ ടൂൾസ്, പ്രോപ്പർ ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്യുക. റെഡ്യൂസ് സ്ട്രെസ്സ് കുറയ്ക്കുക. അപ്രീഷിയേറ്റ് ആൻഡ് റിവാർഡ് വർക്ക്, നമ്മുടെ വർക്കിനെ നമ്മൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക, വർക്കിനെ നമ്മൾ തന്നെ റിവാർഡ് ചെയ്യുക. ഇനി കീ കോൺസെപ്റ്റ്സും ഈ ചാപ്റ്ററിൻ്റെ ആശയങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ടൈം പ്ലാൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. എന്താണ്? കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യലാണ് ടൈം പ്ലാൻ. വർക്ക് ഓർഗനൈസേഷനെ കുറിച്ച് പറഞ്ഞു. വർക്ക് എങ്ങനെ വേണമെന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ശാസ്ത്രീയമായി ആലോചിച്ച് ക്രമീകരിക്കലാണ്. വർക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സമയവും ലാഭിക്കാം, നമ്മുടെ ശരീരത്തിൻ്റെ എനർജിയും ലാഭിക്കാം. ഫാറ്റിക്കിനെ കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ടാണ് ചാപ്റ്റർ അവസാനിപ്പിച്ചത്. ക്ഷീണം എന്താണ്? 2 തരമുണ്ട്, ഫിസിക്കലും ഉണ്ട്, മെൻ്റലും ഉണ്ട്. മെൻ്റൽ ഫാറ്റിക്കിന് കാരണം ബോർഡം ആണെങ്കിൽ ഫിസിക്കൽ ഫാറ്റിക്കിന് കാരണം മസിൽ പെയിനും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെയാണ്. നമ്മുടെ ഊർജ്ജം തീർന്നു പോലൊക്കെയാണ്. കഴിച്ച ഭക്ഷണത്തിൻ്റെ എനർജി തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക്
കൂടുതൽ പണിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ടൈം ആൻഡ് എനർജി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എന്താണ് കുറേ കാര്യങ്ങളാണ് നമുക്ക് ഇതിനായിട്ട് MCQ ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ടൈം ആൻഡ് എനർജി മാനേജ്മെൻറ്റ് മീൻസ് എന്താണ്? ബെസ്റ്റ് യൂസ് ഓഫ് ടൈം ആൻഡ് എനർജി, ടൈമിൻ്റെയും എനർജിയുടെയും ബെസ്റ്റ് യൂസ് ആണ്. രണ്ടാമത്തെ ചോദ്യം, എ ടൈം പ്ലാൻ ഈസ്, ടൈം പ്ലാൻ എന്താണ്? അഡ്വാൻസ് പ്ലാൻ ഓഫ് ആക്ടിവിറ്റീസ്, നമ്മൾ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളുടെ മുൻകൂട്ടിയുള്ള പ്ലാനാണ്, അഡ്വാൻസ് പ്ലാനാണ്. ടൈം പ്ലാൻ ഹെൽപ്സ് അസ് ടു കംപ്ലീറ്റ് വർക്ക് എഫിഷ്യൻ്റ്ലി, വർക്ക് കാര്യക്ഷമമായും പൂർത്തീകരിക്കാൻ നമ്മൾ സഹായിക്കുന്നു. വിച്ച് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ മേക്കിംഗ് എ ടൈം പ്ലാൻ? ഒരു ടൈം പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ആക്ടിവിറ്റികൾ എല്ലാം ലിസ്റ്റ് ചെയ്യുക, എഴുതി തയ്യാറാക്കി ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ടൈം പ്ലാൻ ഷുഡ് ബി, ടൈം പ്ലാൻ എങ്ങനെയുള്ളതായിരിക്കണം? അത്യാവശ്യം ഭേദഗതി വരുത്താണ്ടി വന്നാൽ വരുത്താവുന്ന രീതിയിൽ ഫ്ലെക്സിബിൾ ആയിരിക്കണം, പരിഷ്കരിക്കാവുന്നത്, ഫ്ലെക്സിബിൾ. പീക്ക് ലോഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു 6 മണി മുതൽ 8 മണി വരെ എല്ലാവരും അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന വീട്ടിലെ ആ സമയം എന്ന് പറയുന്നത് വളരെ തിരക്കുള്ള സമയമാണ്. മെനി ടാസ്ക് ഇൻ ലിമിറ്റഡ് ടൈം, കുറച്ച് സമയമുള്ളൂ, അതിനുള്ളിൽ ഒരുപാട് ജോലി ചെയ്യണം എന്നുള്ള അവസ്ഥയാണ് പീക്ക് ലോഡ് ടൈം എന്ന് പറയാം. ഇനി എക്സാമ്പിൾ ഓഫ് പീക്ക് ലോഡ് പീരീഡ് എന്താണ്? മോർണിംഗ് റഷ്, ജോലിക്ക് പോകുന്നതിനും സ്കൂളിൽ പോകുന്നതിനും മുമ്പുള്ള ആ തിരക്ക്, ആ മോർണിംഗ് റഷ് അതിന് എക്സാമ്പിളാണ്. ഇനി അടുത്തത്, വർക്ക് ഓർഗനൈസേഷൻ മീൻസ് പ്ലാനിങ് ആൻഡ് അറേഞ്ചിങ് വർക്ക്, വർക്കിനെ പ്ലാൻ ചെയ്യലും അറേഞ്ച് ചെയ്യലുമാണ് വർക്ക് ഓർഗനൈസേഷൻ. വർക്ക് ഓർഗനൈസേഷൻ എന്തിനു സഹായിക്കുന്നു? സേവ് ടൈം ആൻഡ് എനർജി, സമയവും ഊർജ്ജവും ലാഭിക്കാൻ വർക്ക് ഓർഗനൈസേഷൻ സഹായിക്കുന്നു. ലൈറ്റ് ആയിട്ടുള്ള വർക്കിന് എന്തൊക്കെ വേണം? ലോ എനർജി മതിയാകും ലൈറ്റ് ആയിട്ടുള്ള വർക്കിന്. ലൈറ്റ് വർക്കിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? റീഡിങ് ഒരു നല്ല എക്സാമ്പിളാണ് ലൈറ്റ് വർക്കിന് എക്സാമ്പിൾ. മോഡറേറ്റ് വർക്കിന് എന്തൊക്കെ വേണം? മീഡിയം എനർജി ചിലവാക്കിയാൽ മതിയാകും. ഹൈ ഇത് എനർജി ചിലവാക്കേണ്ടത് അതുപോലുള്ള ഹെവി വർക്കുകൾക്കാണ്. മോഡറേറ്റ് വർക്കിന് ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ കുക്കിംഗ്, സ്വീപ്പിംഗ് അല്ലേ, ചൂലുകൊണ്ട് പൊടി തുടയ്ക്കൽ, തിണ്ണയിലെ പൊടി തുടച്ച് കളയലൊക്കെ സ്വീപ്പിംഗ് ഒക്കെ. ഇനി ഹെവി വർക്കിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? അത് എന്താണ്? മോപ്പിങ്, വെള്ളം ബക്കറ്റിലൊക്കെ എടുത്ത് തിണ്ണ തുടയ്ക്കൽ അല്ലേ. ഹൈ എനർജി റിക്വയർമെൻറ്റ് വേണം ആവശ്യമായിട്ടുള്ള ഹെവി വർക്കിന്. ഹെവി വർക്കിന് എക്സാമ്പിൾ ഇവിടെ മോപ്പിംഗ് അവർ പറഞ്ഞിട്ടുണ്ട്. ടു റെഡ്യൂസ് ഫാറ്റിക്, ഫാറ്റിക് എന്താണ്? മറന്നു പോകരുത്, ക്ഷീണം, FATIGUE, അതിനെ ഫാറ്റിക് എന്നാണ് പറയുന്നത്. ക്ഷീണം കുറയ്ക്കാൻ വീഷുഡ് നമ്മൾ എന്ത് ചെയ്യണം? ആൾട്ടർനേറ്റ് ടാസ്ക്, ആ ടാസ്കുകളെ ആൾട്ടർനേറ്റ് ചെയ്യണം. ആൾട്ടർനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്നിടവിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒന്നിടവിട്ട്? ആദ്യം ഒരു ഹെവി വർക്ക്, പിന്നെ ഒരു ലൈറ്റ് വർക്ക്, ആ ഹെവി വർക്കിൻ്റെ ക്ഷീണം തീരാൻ ലൈറ്റ് വർക്ക്, പിന്നെ വേണമെങ്കിൽ ഒരു ഹെവി വർക്ക് ആവാം, പിന്നെ ഒരു ലൈറ്റ് വർക്ക്, ആ രീതിയിൽ ചെയ്യണം. അല്ലാണ്ട് എല്ലാ ഹെവി വർക്കും ഒരുമിച്ച് ചെയ്തിട്ട് ലൈറ്റ് വർക്കുകളൊക്കെ അവസാനം ഇരുന്ന് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഇനി വർക്ക് സിംപ്ലിഫിക്കേഷൻ്റെ അർത്ഥം എന്താണ്? സേവിങ് ടൈം ആൻഡ് എനർജി, ടൈമും എനർജിയും സേവ് ചെയ്യലാണ് വർക്ക് സിംപ്ലിഫിക്കേഷൻ. ലേബർ സേവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡിവൈസസ് ഉണ്ടോ? എക്സാമ്പിൾ പറയാമോ? വാഷിംഗ് മെഷീൻ ഒരു എക്സാമ്പിളാണ്, മിക്സർ വേറൊരു എക്സാമ്പിളാണ്. ഇനി ഓർഗനൈസ്ഡ് വർക്ക് പ്ലേസ് നമ്മളെ എന്തിനു സഹായിക്കും? നമ്മുടെ ജോലി സ്ഥലം വർക്ക് പ്ലേസ് ഓർഗനൈസ്ഡ് ആണെങ്കിൽ നമുക്ക് ടൈം സേവ് ചെയ്യാൻ സാധിക്കും. ഡോവ് ടൈലിങ്ങിൻ്റെ അർത്ഥം എന്താണ്? ഡൂയിങ് മെനി ടാസ്ക് അറ്റ് ദ സെയിം ടൈം, പല ടാസ്കുകൾ ഒരേ സമയം ചെയ്യലാണ് ഡോവ് ടൈലിംഗ്. എക്സാമ്പിൾ ഓഫ് ഡോവ് ടൈലിംഗ്, കുക്കിംഗ് വൈൽ കട്ടിംഗ് വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പാചകം ചെയ്യുക, അത് എക്സാമ്പിളാണ്. കറക്റ്റ് പോസ്ചർ എന്തിനു സഹായിക്കുന്നു? സേവ് എനർജി, എനർജി സേവ് ചെയ്യാൻ സഹായിക്കുന്നു. വർക്കിംഗ് അറ്റ് പ്രോപ്പർ ഹൈറ്റിൽ ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം റെഡ്യൂസസ് എഫേർട്ട്, പരിശ്രമം കുറയ്ക്കുന്നു. ഫാറ്റിക് മീൻസ് ക്ഷീണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ടയർഡ്നെസ് ആണ് ക്ഷീണം. സൈക്കോളജിക്കൽ ഫാറ്റിക് ഉണ്ടാവണത് എങ്ങനെയാണ്? ഫിസിക്കൽ വർക്ക് ചെയ്യുമ്പോഴാണ് സൈക്കോളജിക്കൽ, ഫിസിയോളജിക്കൽ വർക്ക് ചെയ്യും ഫാറ്റിക് ആണ് കേട്ടോ. ഫിസിയോളജിക്കൽ ശരീരത്തിൻ്റെതായിട്ടാണ്, അത് ഉണ്ടാകുന്നത് ഫിസിക്കൽ വർക്ക് ചെയ്യുമ്പോഴാണ്. കായികമായ അധ്വാനം ചെയ്യുമ്പോഴാണ് ശരീരത്തിൻ്റെതായിട്ടുള്ള ക്ഷീണം ഉണ്ടാകുന്നത്, അതാണ്. ഇനി മനഃശാസ്ത്രപരമായിട്ടുള്ള ക്ഷീണം, മാനസിക ക്ഷീണം ഉണ്ടാകുന്നത് കൊണ്ടാണ്? മെൻ്റൽ സ്ട്രെസ് അല്ലെങ്കിൽ ബോർഡം അല്ലെങ്കിൽ ഡൾ വർക്ക് കൊണ്ടാണ്. ബോർഡം ഫാറ്റിക്, വിരസത കൊണ്ടുണ്ടാകുന്ന ക്ഷീണം ഒക്കേഴ്സ് വെൻ വർക്ക് ഇസ് ഡൾ, വർക്ക് ഡൾ ആകുമ്പോഴാണ് ബോർഡം ഫാറ്റിക് ഉണ്ടാകുന്നത്. ഫ്രസ്ട്രേഷൻ, മനമടുപ്പ് കൊണ്ടുണ്ടാകുന്ന ക്ഷീണം, അതെന്താണ്? സ്ട്രെസ് ആൻഡ് ഫെയിലിയർ, മനസ്സിൽ സ്ട്രെസ് ഉണ്ടാകുകയാണ്, ഫെയിലിയർ, നമ്മൾ പല കാര്യങ്ങളും പലപ്പോഴായിട്ട് ചെയ്താൽ എല്ലാം പരാജയപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ പിന്നീട് തുടർന്ന് അങ്ങോട്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യം നഷ്ടപ്പെടും. വിച്ച് റെഡ്യൂസസ് ഫാറ്റിക്, എന്താണ് ക്ഷീണത്തെ കുറയ്ക്കുന്നത്? ടേക്കിംഗ് ബ്രേക്ക് എടുക്കലാണ് ക്ഷീണത്തെ കുറയ്ക്കുന്നത്. ഡെലിഗേഷൻ മീൻസ്, ഡെലിഗേഷൻ എന്താണ്? ഷെയറിംഗ് വർക്ക് ഷെയർ ചെയ്യലാണ് ഡെലിഗേഷൻ. ഇനി അട്രാക്റ്റീവ് വർക്ക് പ്ലേസ് എന്തിന് സഹായിക്കുന്നു? നമ്മുടെ കാര്യക്ഷമതയും മെച്ചപ്പെടുത്താനും നമ്മുടെ മാനസിക നില ബെറ്റർ ആക്കാനും സഹായിക്കുന്നു. റെഡി ടു യൂസ് ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് എന്തിനു സഹായിക്കും? ടൈം സേവ് ചെയ്യാൻ സഹായിക്കും. എക്സാമ്പിൾ ഓഫ് റെഡി ടു യൂസ് ഐറ്റംസ്, എക്സാമ്പിൾ എന്തൊക്കെയാണ്? ജിഞ്ചർ പേസ്റ്റ് ആണ് റെഡി ടു യൂസ് ഐറ്റംസിൻ്റെ ഒരു എക്സാമ്പിൾ. കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എക്സാമ്പിളാണ്. ഒക്കെ കൂട്ടിച്ചേർത്തുള്ള പേസ്റ്റ് അല്ലെങ്കിൽ ജിഞ്ചർ മാത്രമായിട്ട് പേസ്റ്റ് ആക്കി വെക്കൽ, അതൊക്കെ കാരണം എന്ത് ചെയ്യുന്നു? അത് അത്രയും ഇഞ്ചി ഒരുക്കുന്ന സമയം ലാഭിക്കാം, പെട്ടെന്ന് പാചകം നടക്കും. പ്രോപ്പർ പ്ലാനിങ് റെഡ്യൂസസ്, അനുയോജ്യമായ പ്ലാനിങ് എന്തിന് കുറയ്ക്കുന്നു? അത് സ്ട്രെസ്സിനെ കുറയ്ക്കുന്നു എന്നുള്ളതാണ്. ഇനി വർക്ക് സിംപ്ലിഫിക്കേഷൻ എന്താണ്? സിമ്പിൾ വർക്ക് മെത്തേഡുകൾ ഉപയോഗിക്കുകയാണ് വർക്ക് സിംപ്ലിഫിക്കേഷൻ. വിച്ച് സേവ്സ് എനർജി?
പ്രോപ്പർ മൂവ്മെൻറ്റ്സ്, അനുയോജ്യമായ ചലനങ്ങൾ വേണം. അൺവാണ്ടഡ് ആയിട്ടുള്ള അനാവശ്യ ചലനങ്ങൾ നമുക്ക് ദോഷം ചെയ്യും. വിച്ച് ഇൻക്രീസസ് എഫിഷ്യൻസി, ഈ പറയുന്നതിൽ ഏതാണ് കാര്യക്ഷമത വർദ്ധിപ്പിക്കുക? പ്ലാനിംഗ് ആണ് എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക. വിച്ച് കോസസ് ഫാറ്റിഗ്, എന്താണ് ഈ പറയുന്ന 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിൽ ഏതാണ് ക്ഷീണത്തിന് കാരണമാവുക? ഓവർ വർക്ക് ക്ഷീണത്തിന് കാരണമാവും എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. സ്കിൽ ഡെവലപ്മെന്റ് എന്തിന് സഹായിക്കുന്നു? വർക്ക് ഫാസ്റ്ററായിട്ട് ചെയ്യാൻ സഹായിക്കുന്നു. 40ാമത്തെ ചോദ്യം, ടൈം ആൻഡ് എനർജി മാനേജ്മെന്റ് ലീഡ്സ് ടു ഡാഷ്. ടൈം മാനേജ്മെന്റും എനർജി മാനേജ്മെന്റും എന്തിലേക്ക് നയിക്കുന്നു? എഫിഷ്യൻസിയിലേക്ക് നയിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ്. നമ്മൾ നന്നായി പല ആവർത്തി വായിച്ച് പഠിക്കുക. താങ്ക് യു.